പറഞ്ഞാല് എനിക്ക് എത്ര എക്സുകൾ ഉണ്ടായിരുന്നു? എല്ലാം മറന്നിട്ടുണ്ടാവും. ഇഷ്ടമുള്ള കളി ഞാൻ പറയട്ടെ, 2 ഞാൻ പറയട്ടെ 12. 12 എല്ലാം പറഞ്ഞിട്ട് ഹായ് നമുക്ക് എന്താ ഒരു ഉഷാറില്ലല്ലുമ്മ. അല്ല ഞാൻ ആയി പറയില്ലല്ലോ, ആയൊക്കെ നിങ്ങൾക്കല്ലേ ബാക്കിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് who knows me better. അതെ, ഇംഗ്ലീഷ് നമ്മൾ ഇത്തിരി ഒരു കുറഞ്ഞ് പറയണ കേട്ടോ. ഓക്കെ, മോം വേഴ്സസ് വൈഫ്. അതെ, ഇപ്പൊ എന്റെ മുന്നിലെ ഏറ്റവും വലിയ ഇതാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ജീവിതം തന്നെയാണ് ഈ ഇതിൽ ഞാനിപ്പോ വെക്കുന്നത് കേട്ടോ. നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ കുറെ കാര്യങ്ങൾ എന്നെ പറ്റിട്ട് ഞാനൊരു പാവാന്നുള്ളത് അല്ലേ. ഒന്ന് പറഞ്ഞേക്കുന്നു അവരോടും കേട്ടിട്ട് പറഞ്ഞെടുത്തേക്ക്. അതായത് പിന്നെ ഇവൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഉമ്മ എന്ത് ചെയ്യണം? എഴുതണം. ആദ്യം പേര് പറയണം. ഫാത്തിമ എന്നുള്ള പേര് പറയണം. ഫാത്തിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും. ഞാൻ ഉദാഹരണത്തിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണ്, ഇന്നെ പറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് ആ കാര്യം അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫാത്തിമ എന്നറിയാം. ഞാനാണ് ഫസ്റ്റ് സിംഗിന്ന് പറഞ്ഞാല് മറിയെന്ന് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞു മറിയെന്ന് പറഞ്ഞാല് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ തെറ്റം മാത്രമാണ് നിങ്ങൾക്ക് ചാൻസ് വരുള്ളൂ. ഓക്കെ, തുടങ്ങല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എന്തായാലും ആരാണ് വിന്നർ ആവണമെന്ന് നമുക്ക് നോക്കാട്ടോ. അപ്പൊ അതിലേക്ക് എല്ലാവർക്കും ആർക്ക് റോഷനായിട്ട് കൂടുതൽ അറിയാൻ നോക്കാം അല്ലത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും അത് ഏകദേശം ഊഹിക്കാലോ. കാരണം 10-28 കൊല്ലം നോക്കിയാ എനിക്കാണോ ഇന്നലെ വന്ന ഓൾക്കാണോ എന്നുള്ളത് അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചോദിക്കാം, നിങ്ങൾ രണ്ടാളും റെഡി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഫുഡ് എന്ന് പറയാം നമുക്ക്. അപ്പൊ എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താന്ന് പറയാം? ചോറും മീൻ പൊരിച്ചതും ഈ മെസ്സിലൊക്കെ കിട്ടുന്ന നാടൻ ഫുഡ്. അയ്യോ ഇങ്ങനെ പറയല്ലായിരുന്നു, എഴുതാ ചെയ്യേണ്ടത്. ഇനി ഉമ്മ പറയണം, എഴുതിക്കോളി എന്തൊക്കെ ഇഷ്ടം എന്നുള്ളതില്ലേ. നന്നായിട്ട് അറിയാം. മാന്ത പൊരിച്ചത്, മത്തി പൊരിച്ചത്, ചിക്കൻ പൊരിച്ചത്, സമൂസ. വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനിതാ സിമ്പിൾ ആൻഡ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. മത്തി പൊരിച്ചതും ചോറ് വലിയ നിർബന്ധമില്ല. ചോറ് അല്ല, ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് മത്തി പൊരിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. സോ അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് കിട്ടോ, അവൾക്ക് ഒരു പോയിന്റ് ഇല്ല. ഞാൻ എഴുതിയിട്ട് ഒരു പോയിന്റ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെഡി അല്ല രണ്ടാളും? ഞാൻ എവിടെയാണ് ജനിച്ചത്? മറിയം. അല്ല പേര് വേണ്ട. അതല്ല, ഓ മറിയം പറയൂ വെച്ചിട്ട് ഞാൻ പറയില്ല, അറിയില്ല. പക്ഷെ ഞാൻ ഗസ് ചെയ്തിട്ടൊന്ന് വെറുതെ എഴുതാം. നോക്ക് കറക്റ്റ് ആണോ എന്നുള്ള സാധനം. തിരൂർ നഴ്സിംഗ് ഹോം. പിന്നെ ഉമ്മക്കറിയാതെ പിന്നെ ഞാൻ പക്ഷെ എനിക്കത് അറിയില്ല. പക്ഷെ ഞാൻ തിരൂർ മംഗലം എന്നാണ് എഴുതിയത്. തിരൂരിനാണ് എഴുതിയിട്ടുണ്ട്. അതോൾക്ക് അറിയാൻ എന്താ അറിയാം, ആദ്യത്തെ പ്രസവം എന്തായാലും മംഗലത്തിൽ നിന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാവും. അല്ലേ അങ്ങനെ, കാരണം അവിടുത്തെ കഥകളൊക്കെ ആണല്ലേ ചെറുപ്പത്തിൽ. പോയിന്റ് നമ്മൾ ഇതില് കൊടുക്കുന്നില്ല അല്ലേ? അല്ല, ന്യായമായ തീരുമാനം. ഇമ്മക്ക് കൊടുക്കണ്ടേ? ഇമ്മ പറഞ്ഞല്ലോ. ഉമ്മ പറഞ്ഞു, ഇയും പറഞ്ഞു. അമ്മയാണ് ഫസ്റ്റ് നമുക്ക് 2 പോയിന്റ് ആയി. ഈ നിനക്കിത് മനസ്സിലായിട്ടില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ എനിക്ക്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. തിരൂരിന് എഴുതുകൊണ്ട് എനിക്കൊരു ഹാഫ് തന്നേക്ക്. കുറച്ചുണ്ട്. എനിക്ക് ഒരു സാധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. മൊബൈല്. ഇമ്മ പിന്നെ പറഞ്ഞില്ല. പറയാൻ പറ്റൂല, എഴുതല്ലേ ചെയ്യേണ്ടത്. വാട്ട് ഇസ് ഇറ്റ് മാൻ? എഴുതണ്ടല്ലോ ഞാൻ. ഫോണല്ലേ? ഞാൻ ഫോണ് പറഞ്ഞു, പക്ഷെ പോയി ഇന്റെ ഒരു മാർക്ക്. ഞാൻ പേര് പറയണ്ട ഇതില്ലേ. ഞാനപ്പോ ഗെയിമിലൊന്നും പോവാൻ പറ്റൂലട്ടാ. പേര് പറഞ്ഞിട്ട് ശരിയാവില്ല. ബ്രെയിനിലാക്കി വെക്കണം. കോൺസെൻട്രേറ്റ് ചെയ്യണം. അതാണ് എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. അതിന് മലയാളത്തിൽ എന്താ പറയാ? ആലോചിച്ച് വെക്കണം. ശേഷം പറയാൻ പറ്റില്ല. അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് എന്റെ ഹോബി എന്താണ്? എന്റെ ഹോബി ഫാത്തിമ. ഉറക്കം, ട്രാവലിംഗ്, ചിരി. തമാശ പറഞ്ഞിട്ട് ഓൻ തന്നെ ചിരിക്കും. എന്തെങ്കിലും കഥ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുതരൂ, അത് ഓൻ തന്നെ ഹോബിയിൽ പെടും.
ആ കിടന്നോട്ടെ എന്നാലും ബാക്കിയുള്ളവരെ എന്റർടൈൻ ചെയ്യിക്കാം. ഓക്കെ അതെ യാ അതെ ചിരിപ്പിക്കാം ചിരിപ്പിക്കാം, അത് കറക്റ്റാ. അതെ അതങ്ങനെ എടുക്കാൻ പറ്റും. ഇതെന്താണ് പറഞ്ഞേ? ഉറക്കം ഞാൻ പറഞ്ഞു. ആ ഓക്കെ നീ എന്താ എഴുതുന്ന കാണിച്ച കുട്ടാ? പിന്നെ പറയൂ, നെക്സ്റ്റ് പറയൂ. ഞാൻ അത്ര ഇപ്പൊ ഫോണില് കളിക്കറ്റായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ട്രിപ്പ്, ഫുഡ്, പാർട്ടി. ഫുഡ് ഉറക്കം, ട്രാവലിംഗ്. എനിക്കറിയില്ലായിരുന്നു കേട്ടാ. ട്രിപ്പ് അല്ലേ? ട്രിപ്പ് എനിക്കറിയില്ല. ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഏറ്റവും ഇഷ്ടം ഉറക്കല്ലേ. ട്രാവലിംഗ് ഉറക്കം നമ്മള് റെസ്റ്റ് എടുക്കാണ്. അപ്പൊ മമ്മയാണ് കൂടുതൽ പോയിന്റ്സ് എഴുതിയത്. സോ മമ്മിക്ക് 3 പോയിന്റ് ആയില്ലേ? 3 പോയിന്റ്. ഇപ്പൊ എന്താ ലെവല്? എന്റെ ഉമ്മ ഭയങ്കര ഓപ്പൺ ആട്ടോ, ഇവള് ഓപ്പണാ. അതുകൊണ്ടാ ഉമ്മ മെയിൻ ഡോറും ഓള് ബാക്കിലെ ഡോറും അങ്ങനെ വിചാരിക്കാം. അതെപ്പോഴും ഓപ്പൺ ആവുമല്ലോ. മെയിൻ ഡോർ ബാക്കിലത്തെ എപ്പോഴെങ്കിലും ഓപ്പൺ ആവും. നമുക്ക് പോയാലോ? ഈ ചളികള് നീയും കണക്കാ അവിടെയും ഉമ്മയാണ്. ഓക്കെ. അപ്പൊ എന്താന്ന് പറഞ്ഞാല് എനിക്ക് എത്ര എക്സുകൾ ഉണ്ടായിരുന്നു? ഞാൻ ഫാത്തിമ. കൈ മാത്രം മതിയാവില്ല, കാലും വേണ്ടി വരും. ആൻസർ ആണോ പറയുന്നത്? മറിയം. ഞാൻ പറഞ്ഞു തന്റെ പോയിന്റ് പോട്ടോ, ഇപ്പോഴും തെറ്റിക്കുന്നുണ്ട് അമ്മ. അപ്പൊ അത് അതിന് ഉമ്മ എനിക്ക് അറിയില്ല കറക്റ്റ്, ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഉമ്മ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു ചാൻസ് തരാണെങ്കിൽ ഓക്കെ. നീ എഴുത് ഞാൻ എഴുതണം. ഓ ഞാൻ എഴുതണം. ഓൻ കണ്ണാൻ കിട്ടൂലല്ലോ. എല്ലാം മറന്നിട്ടുണ്ടാവും. അയ്യോ എടി ഇപ്പോഴൊന്നും കിട്ടി, ഒന്നും കൂടി കിട്ടി. ഇപ്പോഴൊന്നുകൂടി കിട്ടിയതാ. ഒന്നും കൂടി കിട്ടി. മറന്നേതാ. നല്ല കഥ. ഓടിരിക്കണേ. ആൻസർ പറഞ്ഞോളി. ഇവന് ഹോട്ടലിൽ കേറുമ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോ അതൊക്കെ ഞാൻ എണ്ണാൻ പറ്റൂലെന്ന് എഴുതിയ അത്രയും ഉണ്ടാവും. അതൊന്നും പറ്റില്ല. ഒരെണ്ണം പറഞ്ഞോളി. എനിക്ക് അറിയുന്നത് അപ്പൊ എനിക്ക് ഞാൻ ആലോചിക്കണം. 1, 2 അങ്ങനെയുള്ള അറിയുന്നത് 2 വന്നിട്ടുള്ളൂ. 2 ഞാൻ പറയട്ടെ 12. 12 എത്ര? വെറുതെ ഉമ്മക്കിപ്പോ ഹാർട്ട് അറ്റാക്ക് വരും. എനിക്ക് വെയ്യ 7. ഞാൻ പോയാലോ? അല്ല ഇവര് നമ്മക്ക് ഒരു ഹിപ്നോട്ടിസം ചെയ്താലോ? അത് ചെയ്യാം. മറ്റേ ഏതെങ്കിലും മെന്റലിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അല്ല അങ്ങനത്തെ അതൊക്കെ സത്യമല്ല കേട്ടോ. അന്ധവിശ്വാസങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനത്തെ കാര്യമൊന്നും വേണ്ട. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ടീച്ചർ പെട്ടെന്ന് വിളിക്കില്ല. ഞാൻ എടുത്തില്ലാന്ന് പറഞ്ഞത്. എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ് ഫാത്തിമ. മറിയം. പറയട്ടെ, ഞാൻ ഇതേ പറയട്ടെ. 10-20 കീറലുള്ള പാന്റ്. ഞാൻ പറയട്ടെ അണ്ടർവെയർ. ഏറ്റവും കൂടുതലുണ്ടല്ലോ എത്ര ഷോർട്സ് ഉണ്ടെങ്കിലും ട്രൗസർ ഉണ്ടെങ്കിലും കൂടി ഓനിടാൻ ഇഷ്ടമുള്ള അണ്ടർവെയർ. വാതിലൊറക്കുമ്പോ കാണാം ഇവര് അത് ഇട്ടിട്ട് വരുന്നുണ്ട് വാതിലൊറക്കുന്നത്. അങ്ങനത്തെ ഷഡി ആൾക്കാര് കട്ടാക്കി കണ്ടി. അപ്പൊ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഏറ്റവും ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സ്വഭാവം, ക്യാരക്ടർ. അല്ലാതെ പൊന്തിട്ടാ എനിക്കറിയില്ല. ഒന്നും വരുന്നു കൊറേ ഉണ്ട് എന്റെ, പക്ഷെ ഒരെണ്ണായിട്ട് എനിക്ക് വരുന്നില്ല. പറയൂ. ആയോ പറയട്ടെ. ഓന് കച്ചറ ഉണ്ടാക്കിയിട്ട് അപ്പൊ തന്നെ നന്നാവും. അത് എത്ര വലിയ കച്ചറ ഉണ്ടെന്നുണ്ടെങ്കിലും ദേഷ്യം പിടിച്ച് നിൽക്കാൻ അറിയില്ല. അപ്പൊ തന്നെ ചിരിച്ചുകൊണ്ട് വരിക. ഒന്നിക്കൽ ചിരിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ ഫുഡ് ചോദിച്ചു വരും. ഒന്നത്. രണ്ടാമത് കഥകള് പുറത്ത് അവന് എന്ത് നടന്നാലും അത് ഇനിയിപ്പോൾ പറ്റണതായാലും ചീത്ത പറയാൻ പറ്റണ നമ്മൾ എന്ത് വേണം ദേഷ്യം പിടിക്കണമെങ്കിലും അത് അവൻ നമ്മളോട് വന്ന് പറഞ്ഞുതരും.
കുറേ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ കുറേ കഥകൾ ഉണ്ടാവും. ചിലപ്പോൾ ഓൻ്റെ അടുത്ത് നമ്മൾ തെറ്റായിരിക്കും, നമ്മൾ കണ്ടുപിടിച്ചതായിരിക്കും, എന്നാലും ഓന സത്യം പിന്നീട് അത് പറയും. അത് ഒരു നല്ലൊരു സ്വഭാവമാണ്. എന്റെ മക്കളെ 3 ആളിൽ വെച്ച് അത് നല്ലതാണ്. ഈ പറഞ്ഞു കൊടുത്ത കാര്യമാണെങ്കിലും അത് ചിലപ്പോ നമുക്ക് ഇതാക്കണമെങ്കിലും ഓന് പറഞ്ഞു അല്ല കച്ചറ ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല. അതാണെങ്കിൽ പോലും അവളോട് ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞില്ല. അങ്ങനെ ദേഷ്യം പിടിക്കരുത് അല്ല, പ്രശ്നമൊന്നല്ല അത്, ദേഷ്യം പിടിക്കരുത്. നീ ദൈവമാടാ, മറച്ചോനാണ് അന്നവിടക്കൊക്കെ എത്തിച്ചത് ഈ ടൈം. പ്രശ്നം പരിഹരിച്ചില്ല. അപ്പൊ എന്റെ ആൻസർ വെള്ളം കുടിച്ചിട്ടോ ഞാൻ ശരിക്കും. ചൈൽഡിഷ് ആയിട്ടുള്ളത് എനിക്ക് തോന്നിയത് ഇങ്ങനെ ചൊറിയും, ഇങ്ങനെ ചൊറിയും. കുട്ടികൾ അങ്ങനല്ല, ഒരുമാതിരി ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അങ്ങനെ പറയും. കാണുന്നെങ്കിൽ അതൊരു അസുഖത്തിൽ പെടും. ഇല്ല, ഇങ്ങനെ ചൊറിയ വെറുപ്പിക്കല്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കുട്ടികൾ കുട്ടിത്തക്കളിയാണ്. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞിട്ടെ, ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വെറുപ്പിക്കൽ എന്ന് പറഞ്ഞ ഒരു സാധനം. ചൂടാവല് അപ്പൊ തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. അത് വെച്ചിട്ട് അഹങ്കരിക്കണ്ട, എപ്പോഴും തെറ്റാൻ നിൽക്കണ്ട. ആരാണ് ഞാൻ പറഞ്ഞ സീക്രട്സ് ഒക്കെ ഇങ്ങനെ സീക്രട്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാര്? ഭാര്യയാണോ അല്ലെങ്കിൽ സിംഗിയാണോ? സിംഗിയാണോ അല്ലെങ്കിൽ ഉമ്മച്ചിയാണോ? അത് കുറച്ചെങ്ങനെ ആക്ക ഫാത്തിമ, കാരണം എനിക്കത് ഉമ്മനോട് അല്ല എഴുതി വെക്കണം കേട്ടോ. ഓൾറെഡി പോയിരുന്നോ, പിന്നെ പോയിന്റ് കിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞതിന് നമുക്ക് രണ്ടാൾക്കും ഓരോരോ പോയിന്റ് തന്നെ ആക്കട്ടോ. ഓക്കെ പറഞ്ഞോളൂ, ആദ്യം ഉമ്മാണ് പറഞ്ഞത്. എനിക്ക് ആ രഹസ്യം സൂക്ഷിക്കല് പറ്റുമോ എന്നല്ല, പക്ഷെ ഓനൊക്കെ പറയും. പക്ഷെ അത് ഞാൻ ഇപ്പനോട് പറയരുതെന്ന് അവന് പറഞ്ഞാലോ, ഇത് ഇപ്പനോട് റാഷിനോട് പറയരുത് എന്നല്ലോ, ഞാൻ എന്തെങ്കിലും ക്വാളിറ്റി വളർത്തിട്ട് വെച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ പേരെഴുതിട്ടില്ല, ഫാത്തിമ എന്ന് ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞാനത് എനിക്ക് പറ്റില്ല എന്ന് എഴുതി. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല എഴുതി വെച്ചിട്ട്. അപ്പൊ സത്യമാണ്, ഞാൻ എഴുതി അങ്ങനെ തന്നെ. സീക്രട്ട് കീപ്പ് ചെയ്യുന്ന ആള് സിംഗിന്നാണ് ഞാൻ എഴുതിട്ടുള്ളത്. പുറത്തുനിന്ന് ആൾക്കാരൊക്കെ എന്തെങ്കിലും പറഞ്ഞെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക്. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാല്, ഞാൻ സ്ട്രെസ് ആയി നിൽക്കുമ്പോ എന്താണ് ചെയ്യാറ്? ഞാൻ പറയട്ടെ, സ്ട്രെസ് ഇതാവാൻ വേണ്ടിട്ട്. അപ്പൊ ഫാത്തിമ ഈ എല്ലാത്തിനും സ്ലോ ആണല്ലോ. സിംഗി എപ്പോഴും സ്ലോ ആണല്ലേ? ഞാൻ ആലോചിച്ചതാ ഫസ്റ്റ് ആൻസർ. ദേഷ്യം എന്ന് പറഞ്ഞ ഷാ ഏതാ വരിക? ബസ്സിന്റെ ഷായാണോ പശുവിന്റെ ഷായാണോ? ഒന്നല്ല, മനസ്സിലായോ? അത് ആരും ഇവിടെ പോയിന്റ് ഇടാൻ വരുന്നില്ല. ദേഷ്യം എന്ന് പറയുമ്പോ അത് ദേഷ്യം പശുവിന്റെ ഷായോ അല്ലെങ്കിൽ പശുവിന്റെ ഷായോ? ഫസ്റ്റ് ചെയ്യുന്ന കാര്യാട്ടോ ചോദിച്ചത്. ദേഷ്യം പിടിക്കും, ഒരു പ്രവൃത്തിയാണ്. ഞാൻ വായിക്കട്ടെ. ദേഷ്യം പിടിക്കും, ഉറങ്ങും, അതെല്ലാം ആക്കിട്ടൊക്കെ തീർക്കും തോന്റെ ദേഷ്യം. നമ്മളെ കൊറേ പറയും ഒന്നിക്കില്. അങ്ങനെയൊക്കെയാണ് വായിക്കുന്നത്. അതല്ലേ? അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കും, മിണ്ടാണ്ട് കിടക്കും, കിടന്നുറങ്ങും, ഒന്നും ചെയ്യൂല. ഓക്കെ, ഇനി ഞാൻ പറട്ടെ. ഇവിടെ അങ്ങനെ അല്ലട്ടാ, ഞാൻ പറട്ടെ, ഞങ്ങളിവിടെ അങ്ങനെ അല്ലട്ടാ, മാറ്റണ്ട്. ഇവരിന്റെ കുടുംബം കുളത്തോണ്ടാൻ വേണ്ടി നടക്കാണ് നിങ്ങള് ആമുക്കള്. ഇന്നലട്ടാ ഓനെ വിളിച്ച്. ഓക്കെ, നിങ്ങളെല്ലാം വിളിച്ചു ഓനെ ഇടാൻ വേണ്ടിട്ട് വരികയാണ്. ഇന്നലെ വന്നിട്ടുള്ളൂ. അല്ല, ഇത് ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞത്, ഞാൻ ഓനാ പറഞ്ഞത്, റാശിയാണ്. ഇവരെല്ലാരും കൂടി അല്ല, ഈ പരിപാടി നമുക്ക് ഇതോടെ ഈ ചോദ്യത്തോടെ ഞാൻ നിർത്തുകയാണ്. ഞാൻ ഉറങ്ങുന്ന ദേഷ്യം പിടിക്കും, ഉറങ്ങും. ഞാൻ പറട്ടെ, അപ്പോൾ ഉറക്കും ഫുഡും ഞാൻ എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കും. അപ്പൊ ഇവർക്ക് രണ്ടാക്കും ഹാഫ് ഓഫ് പോയിന്റ് കിട്ടിട്ടോ. ഹാഫ് ഓഫ് നമുക്ക് ഒരു അര പോയിന്റ്. ഭക്ഷണം എത്ര കഴിച്ചാലും മിനിറ്റിന് കഴിക്കും. വരട്ടോ. എന്താ ഉറങ്ങും, ഫുഡ് ഭക്ഷണം ഭയങ്കര കഴിക്കും, ഉറങ്ങും ചെയ്യും. ടെൻഷൻ ഉണ്ടായാല് പൈസ ഇല്ല. അല്ലല്ല, ഇതൊക്കെ അറിയാനാവണുള്ളൂ. ഇങ്ങോട്ട് വന്ന് കയറണോ? ഇപ്പൊ എപ്പോഴെങ്കിലും കാണുമ്പോൾ ഇതൊന്നും തിരിച്ചറിയില്ല. തിരിച്ചറിയാത്ത പ്രായമാണ്. തിരിച്ചറിയുന്ന ഒരു പ്രായം വരാണ്ട്. ഞാൻ എപ്പോഴും കാണലുണ്ട്, പക്ഷെ ഇവന് ഇതുവരെ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ലോണം ഫുഡ് ഓനക്ക് കഴിച്ചാൽ തെയ്യില്ല. നമുക്ക് എന്തായാലും ഈ പരിപാടി നമ്മൾ ഇല്ല, 9 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി എനിക്ക് പറ്റുന്നില്ല കേട്ടോ, ഫൈനലാണ്. അപ്പൊ എന്തായാലും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം, അതായത് എനിക്ക് ഇഷ്ടമുള്ള കളി ഞാൻ പറയട്ടെ.
ഫാത്തിമ. അറിയാം. എനിക്കറിയില്ല ഇവന്റെ ഒന്നും. പിന്നെ എന്തിനാ കൂട്ടത്തിലുണ്ട് പോന്നത്? ഇവനൊന്നും പറയില്ല എന്റെ അടുത്ത്. ഞാൻ പറയട്ടെ, ഇവനെക്കാട്ടിയും ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളെ കരയിപ്പിക്കുക ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു കളിയോ? അതൊരു ഗെയിം ആയിട്ട് എന്തെങ്കിലും സ്പോർട്സ് ഐറ്റം ആണ്. കളിയാണ് പറയണ്ടേ. ഫുട്ബോൾ അങ്ങനത്തെ അങ്ങനത്തെ ഒന്നുമില്ല. എന്തേ മറ്റേ ഒപ്പന ചെറുപ്പത്തിൽ കുറെ കോട്ടി കളിച്ചിരിക്കണ്, മീൻ പിടിക്കാൻ പോയിക്കണ്, അതൊക്കെ അത് കളിയിൽ പെടുമ്പോ അത് ഫുട്ബോൾ കളിക്കാൻ കളിയിൽ പെടുമ്പോ നിലവാരത്തിൽ അതൊക്കെ മതിയില്ല. ചെറുതിൽ കോട്ടി അയ്യേ, ഞാൻ അങ്ങനെ കളിക്കലില്ല, എനിക്കങ്ങനെ കളിക്കാൻ അറിയില്ല. ഇത് കളിയാണോ പറയണ്ടേ? കളിനെ പറ്റി എനിക്ക് ഇഷ്ടമുള്ള കളി ഞാൻ പറയട്ടെ, ക്രിക്കറ്റ് ആണോ? ക്രിക്കറ്റും ക്രിക്കറ്റ് ഇഷ്ടമല്ല, ഫുട്ബോളാണ് കളിക്കല്. ജിമ്മ്. ഞാൻ ഇന്നേ വരെ ഫുട്ബോൾ കളിക്കാൻ ജിമ്മ്. ക്രിക്കറ്റില് ഞാന് എന്റെ സെൽഫ് പോസ്റ്റിലേക്ക് തന്നെയാണ് ഗോൾ അടിക്കല്. അപ്പൊ ഇവള് പറഞ്ഞത് ശരിയാട്ടോ, ക്രിക്കറ്റില്ല. അതേപോലെ തന്നെ. പിന്നെ എനിക്ക് ക്രിക്കറ്റിൽ ഞാൻ ഗോൾ നിൽക്കാൻ ഇഷ്ടം. ഫുട്ബോളാണ് കളിക്കല്. ഇതിപ്പോ എല്ലാരും കൺഫ്യൂസ്ഡ് ആക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. ക്രിക്കറ്റിൽ ഗോൾ നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എന്റെ മോനെ, ഞാൻ ക്രിക്കറ്റും കാണും ഫുട്ബോളൊക്കെ കാണാറുള്ളത്. വെറുതെ എന്നതാക്കണ്ട, ഉമ്മനെ ആക്കിയിട്ട് കണ്ടടാ, എന്റെ വൈരൊന്നല്ല, നിങ്ങളെ വൈരല്ല. എന്റെ പെണ്ണുങ്ങൾക്കില്ലേ വിവരം ഉണ്ടാടാ, വിവരം അറിയോ? നിങ്ങൾ വിചാരിക്കുന്ന ടൈപ്പല്ല, സിങ്കി വിചാരിക്കുന്ന ടൈപ്പല്ല. സിങ്കി എന്ന് പറഞ്ഞ ആരാ? പെണ്ണുങ്ങളെ കാണാൻ പൊന്തിച്ചേ ഉമ്മനെ വെയിറ്റ് ചെയ്തിട്ടാണ്. ഉമ്മക്കാണ് ഏറ്റവും ബിസി. പക്ഷെ ഞാൻ പറഞ്ഞിട്ടെ, സിംഗിക്ക് ഇത്ര വിവരം ഉണ്ടെങ്കിലും എന്റെ ഉമ്മക്ക് അതും ആയൊരു വിവരമുണ്ട്. അതായത് നോക്കി, പറയണ്ട, ഞാൻ പറഞ്ഞത് ശരിയായില്ലല്ലോ. അപ്പൊ ഇനി എനിക്ക് എത്ര പോയിന്റ് പറഞ്ഞാൽ മതി. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വൂനേഴ്സ് മീ ബെറ്റർ ഗെയിമിൽ വിജയിച്ച വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ വേറൊരു കാര്യമുണ്ട്, തൊട്ടപ്പുറകിൽ തന്നെ ഇവിടെ 1 പോയിന്റ്, ഇമ്മക്ക് 6 ഇവൾക്ക് 5. പക്ഷെ ഇത്ര ഇമ്മ വേറൊരു കാര്യമുണ്ട്, 29 കൊല്ലം ഇമ്മ പോറ്റിയിട്ട് 28 കൊല്ലം 28.5 കൊല്ലം വെറും 1 കൊല്ലത്തിന്റെ അടുത്ത് മാത്രമായിട്ടുള്ള ഒരു കൊല്ലമായില്ല. എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലാതെ എനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങനെ ഇതിന്റെ സ്പോട്ട് പോലും എനിക്ക് അറിയില്ല. അറിയാം വേണ്ടടാ, അവിടെ ആദ്യം ഇവിടെ കൊടുത്തിട്ട് വരണ്ടാ. എല്ലാരും എന്റെ കുട്ടീനെ എന്തൊക്കെ പറയണത്, ഓള് ഓവറാണെന്നൊക്കെ പറഞ്ഞില്ലേ, പാവം മോളാണ്. സ്കൂളിൽ പോയി വരാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഗെയിമിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ കമന്റിൽ രേഖപ്പെടുത്തണം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക്. നമുക്ക് വേറൊരു കാര്യം, ഇനി നാളത്തെ വീഡിയോയിലൊക്കെ എന്ത് ചെയ്യണം എന്നറിയോ? ഇവര് അയച്ച കമന്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പരിഗണിക്കണം. നല്ലത് അയച്ചവരും ചീത്തത് അയച്ചതൊക്കെ വായിച്ചിട്ടൊന്ന് നമുക്കൊന്ന് വില അല്ല Q&A ചെയ്യാം നെക്സ്റ്റ്. ഓക്കെ അപ്പൊ എന്തായാലും അപ്പൊ അത് ഇമ്മ പറഞ്ഞതിലോ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.